ഗൈസ്, നമ്മുടെ ഇന്നത്തെ കറക്കം കോട്ടയം ലുലു മാളിലാണ്. ഇവിടെ നല്ല ഓഫർ ഉണ്ട്. ഓഫറിന്റെ സമയമാണെന്ന് അറിഞ്ഞു. പറച്ചിൽ കേട്ടാ ഓർക്കോ ഓഫറിന്റെ സാധനം എല്ലാം മേടിക്കാൻ വന്നത്. ചുമ്മാ ഇറങ്ങിയതാ ഗൈസ്. എന്താന്ന് വെച്ചാല് എല്ലാം ഒന്ന് കറങ്ങി കണ്ടു പോകാം എന്ന് വിചാരിച്ചിറങ്ങി. ഇവിടെ വന്ന പിന്നെ സമയം പോകുന്ന വഴി അറിയത്തില്ല. വെളിയിലാണെങ്കിൽ ഭയങ്കര ചൂട്. ഇങ്ങോട്ട് കയറിയിട്ട് എന്താ ഒരു സുഖമെന്ന്. ഗൈസ്, എനിക്കിന്ന് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ സ്കിൻ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട്. അന്നേരം ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പ്രായങ്ങളും മുന്നോട്ട് പോവല്ലേ. അതെത്രയാന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ വെളി വരുമല്ലോ. ഫ്രീ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് പറയാൻ മറന്നുപോയി. നമുക്കത് പിന്നെ കാണാവേ. സ്കൂൾ സാധനങ്ങൾക്കെല്ലാം നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ച് കുട്ടികൾ സ്കൂളിൽ പോക്കും തുടങ്ങിയതാണ്. എന്നാലും ഓഫർ എവിടെ ഉണ്ടെന്ന് കണ്ടാലും അവിടെ എത്തി നോക്കണമല്ലോ. നല്ല അടിപൊളി ബോട്ടിലുകളൊക്കെയാണ്. കണ്ട എടുത്ത് നോക്കാതെ പോകത്തില്ല. അത്ര അടിപൊളി സാധനങ്ങളാണ്. ഇത് എന്നെ കഴിഞ്ഞു ഇതായിട്ട് അവള് നിൽപ്പുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് നോട്ടമാണ്. ഇവിടെ നോട്ടം മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു സാധനവും മേടിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ, എടുത്ത് നോക്കുന്ന കണ്ടച്ചാണ്ടല്ലോ വാരി കൂട്ടിയതുപോലെ. പക്ഷെ നോക്കുന്നതിന് കാശ് കൊടുക്കണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ രണ്ടിൻ്റെ അല്ലേ മക്കളെ. നോട്ടത്തിന് ഒരു കുറവും ഇല്ല. ആവശ്യമില്ലെങ്കിൽ എല്ലാം എടുത്ത് വെച്ച് നോക്കുന്നതുണ്ടോ. ഇവിടെ പണി വാളുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അപ്പൂൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ആയിരിക്കുന്നത്. എന്നോട് പറഞ്ഞു, അമ്മ ക്ലേ അതെ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് തുറന്നെടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തു. ഒരു നൈസായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴും ഇവിടെ കാര്യം പിടി കിട്ടി. അപ്പോഴത്തേനും അവിടെ വെച്ചിട്ട് വണ്ടി വിട്ടു. ഇവളുടെ നോട്ടം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്നെ കഴിഞ്ഞ് മെച്ചമാണ് ഇവളെന്ന്. എനിക്ക് പിന്നെ ഇവിടെ ചെന്നാൽ എല്ലാം നിവർത്തുന്നോട്ടമാണല്ലോ. ഇത് നമ്മുടെ പൊന്നാ നടക്കാറാകുമ്പോൾ ഇത്തിരി കുടയൊക്കെ മേടിച്ച് കൊടുത്താൽ അതൊക്കെ പിടിച്ച് നടന്നു പോകുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അതൊക്കെ പറഞ്ഞ് അതൊന്ന് ഓർത്ത് നോക്കിയതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാ പോകേണ്ടതെന്നോ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടല്ലേ. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തോന്നിയോ അവിടെ പിന്നെ പോകാം. അങ്ങോട്ട് പോയിട്ട് എന്തെടുക്കാനാന്ന് പറഞ്ഞാൽ അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് ദാ മുകളിലോട്ട് കയറി പോവുകയാണ്. ഒരാവശ്യമില്ലാതെ തോളയിട്ടുണ്ട് വന്ന ബാഗ് എന്തിനാന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ അത് അവിടെ ടാഗ് ചെയ്യാനായിട്ട് കൊടുത്തു. തിരിച്ച് ലോക്ക് ചെയ്ത് തരുകയും ചെയ്തു. അങ്ങനെ വീണ്ടും താണ്ട് കലാപരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നല്ല രീതിക്ക് കയറി സമയം കളയും. കാരണം കമ്മലിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇതാ നോക്കിക്കേ, എങ്ങനെയുണ്ട്, അടിപൊളി സാധനമല്ലേ. ഗോൾഡ് കളറിലെ ബ്ലാക്ക് വരുമ്പോഴത്തേനും അത് കാലേ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. ഞാൻ പക്ഷേ കുഞ്ഞിന് പറ്റുവാണെങ്കിൽ പൊന്നായിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേടിക്കണമെന്ന് ഓർത്തു. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ കുഞ്ഞിൻ്റെ അളവില്ലായിരുന്നു. കുഞ്ഞിൻ്റെ അളവ് വരുന്നതൊക്കെ പിന്നെ ഇത് ഇങ്ങനത്തേതാ. അതെനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ നേരം ഇവിടെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അവരോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ചെറുതില്ല എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ കറുപ്പൊക്കെ വരുന്നത് കാലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കരിമണിക്കൊലുസ് മേടിച്ച് കാലിലിട്ടിട്ടുണ്ടായിരുന്നേ. അത് നമ്മുടെ ജിബ്രുക്കുട്ടനുണ്ടല്ലോ, അവനിങ്ങനെ പല്ലിന് ഭയങ്കര കുരുകുരുപ്പല്ലേ ഇപ്പോൾ കടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് അത് കൊളുത്തി ഇടാൻ നോക്കി. കുറച്ച് നേരം ഇടും. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഊരിപ്പോകും. പിന്നെ അങ്ങനെ ഊരി മാറ്റി. ഈ ഒരു സെറ്റ് കുഞ്ഞിന് പറ്റിയ വളയാണ് 79 രൂപയുടെ. നല്ല രസമുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതൊരു കനവാണ്. കുഞ്ഞിൻ്റെ കയ്യെ കിടക്കുമ്പോൾ ഇനി വേദന എടുക്കുമോ ഒരയുമോ എന്നൊക്കെ ഒരു ഇത്. അതുകൊണ്ട് അത് നോക്കിയിട്ട് അവിടെ വെച്ചെടുത്തില്ല. ഒരുത്തി കമ്മലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവളുടെ എന്തോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടം പോലെ കമ്മലെല്ലാം നോക്കും. ഓടി നടന്നു ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പൊന്നാടെ പെൺപിള്ളേരുടെയൊക്കെ അടിപൊളി ഡ്രസ്സ് ഉണ്ടായിരുന്നേ. എന്താ രസമെന്ന്. ഞാനൊരു ഡ്രസ്സ് പോയി നോക്കിയപ്പോൾ 1000 സംതിങ് എൻ്റെ പൊന്നപ്പ. പക്ഷേ ഉണ്ടല്ലോ നല്ല അടിപൊളി ഉടുപ്പുമാണ്. അത്രയും നല്ല തുണിയുമാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത്ര നല്ല ഒരു ഇതുണ്ട്. പക്ഷേ ഉണ്ടല്ലോ 1000-യുടെയൊക്കെ മേടിച്ചിട്ട് മറ്റേ ദിലീപ് വെട്ടത്തിൽ പറയുന്നല്ലോ 1185 രൂപയുണ്ട്. എത്ര കിലോ ഏത്തപ്പഴം മേടിക്കാമെന്ന് പറഞ്ഞ പോലെ നമ്മളിടുന്ന എല്ലാം കുറഞ്ഞ ഡ്രസ്സുകളാണല്ലോ മേടിക്കുന്നത്. എന്നിട്ടിപ്പോൾ നമുക്ക് എത്ര എണ്ണം മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് അടിപൊളി ഒരു ഡ്രസ്സാണ്. ഈ എൻ്റെ ദൈവം നല്ല ഭംഗിയുണ്ടായിരുന്നു. പവർ ബാങ്ക് അത്ര അത്യാവശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ എത്ര ദിവസം ഇവിടെ കറണ്ട് ഇല്ലാതിരുന്നപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ആകെ ബുദ്ധിമുട്ടി. നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി. കറണ്ട് പോകുമ്പോഴത്തേന് പെട്ടെന്ന് എല്ലാം തപ്പിയെടുക്കുമല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കുമല്ലോ കറണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കത്തുന്ന ഒരു ബൾബ് വാങ്ങി. ഇത് രണ്ടും അത്യാവശ്യമായിരുന്നു. അങ്ങനെ ആ 2 സാധനങ്ങൾ വാങ്ങി.
നമ്മുടെ റേഡിയോ ഓർമ്മ വരുമ്പോഴേ എനിക്ക് അമ്മയുടെ അച്ഛനെ ഓർമ്മ വരുന്നത്. അച്ഛയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വന്നേച്ചൊക്കെ ഉണ്ടല്ലോ, ആ റേഡിയോ എടുത്തുകൊണ്ട് വന്ന് തലയ്ക്ക് കൊണ്ടുവച്ചേച്ച് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്നതും അവരുടെ വാർത്ത കേൾക്ക്, അതൊക്കെയാണ് ഓർമ്മ. ഇത് നോക്കിയേ, ഏരിയയിൽ നമ്മളൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് എന്തായിരുന്നു ചിത്രഗീതം, അത് ടി വിയിലായിരുന്നല്ലോ, റേഡിയോയിൽ ഉച്ചയ്ക്ക് രഞ്ജിനി അല്ലേ, അങ്ങനെ വരുമല്ലായിരുന്നു പാട്ടുകൾ തന്നെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ട്യൂൺ ചെയ്ത് വെച്ച് നമ്മൾ കേൾക്കത്തില്ലായിരുന്നോ? അങ്ങനെ നമ്മൾ ബില്ലടയ്ക്കാനായിട്ട് പോവാണ്. ചെറുത് രണ്ടിനെ നോക്കിയിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ട് കൈ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയോണം. എന്താണെന്ന് വെച്ചാൽ ബില്ലെല്ലാം അടിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനെ നമ്മൾ മറ്റേ ഹരിശ്രീ അശോകൻ ഇറങ്ങുമ്പോഴത്തേനെ മറ്റേ കീക്കി അടിക്കുന്ന പോലെ അങ്ങനെ അടിച്ച് നമ്മളെ പിടിച്ച് നിർത്തിയാലോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ അവരവരുടെയായ പാട്ടിൽ ഇപ്പോൾ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, കൊണ്ട് കാണിക്കും, തിരിച്ചു കൊണ്ടുപോക്കും, അങ്ങനെ അവരുടെ ലോകത്തോട് അവർ നടക്കുമായിരുന്നു. അങ്ങനെ നമുക്കിനി ഒരു ഐസ്ക്രീം കഴിക്കാവേ. 40 രൂപയുടെ ഐസ്ക്രീമാണ്. വാനിലയും ചോക്ലേറ്റും മിക്സ് ഉണ്ട്, അത് സെപ്പറേറ്റും ഉണ്ട്. അതിന് 40 രൂപ. ഞങ്ങൾ അതാണ് വാങ്ങിയത്. പല ഇഷ്ടം പോലെ ഐറ്റങ്ങളുണ്ട്, ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത ഐറ്റങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ 40 രൂപയുടെ അതാണ് വാങ്ങിയത്. അങ്ങനെ ഒരു കാര്യമില്ലാതെ ഞങ്ങൾ കയറിയിട്ട് മോളി വരെ പോയിട്ട് ഗ്രൗണ്ടൊക്കെ കണ്ടുവെച്ചാൽ നേരെ താഴോട്ട് പിന്നെ ഇറങ്ങി വന്നത്. ഇത് നോക്കിക്കേ ഗൈസ്, അവിടെ പോയിട്ടുണ്ടായിരുന്നവരൊക്കെ കണ്ടു കാണുമല്ലോ, നമ്മുടെ ആഞ്ഞലിക്ക ചവർ പോലെ നമ്മുടെ ഇവിടെ ഉള്ള സാധനം കാണാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് തോട്ടി പോയപ്പോഴൊക്കെ എന്തായിരുന്നു അവിടെ മരം വെട്ടിയതിൻ്റെ അകത്ത് കിടന്നിരുന്നത്. കുറച്ച് പിറക്കിക്കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്താലോ എന്ന്. എൻ്റെ പൊന്നോ, ഇതെടുത്ത് മണപ്പിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി. അങ്ങോട്ട് കറി വെച്ച് ചൂട് ചോറിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൂട്ടണം. ഇത് കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അവിടെ ചെന്ന് ടയർ അടുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഫുട്ബോൾ ഇരിക്കുന്നു. ഇതെല്ലാം എടുത്ത് ഓരോരുത്തർ നോക്കുന്നുണ്ടപ്പോൾ ഞങ്ങളും പോയി എടുത്ത് നോക്കി. അടിപൊളി ബോട്ടിൽ. ഇവിടെ മുന്നേ വന്നപ്പോൾ ഈ സെക്ഷനിലോട്ടൊന്നും വന്നില്ലേ. ഇവിടെ വന്നപ്പോൾ കാണാനും നോക്കാനും ഉള്ള സാധനങ്ങളേ ഉള്ളൂ. ഇതാ ചുറ്റിക, ഇതെന്താ സംഭവം എന്നറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ കണ്ണനോട് ചോദിച്ചു ഇതെന്താ അമ്മയെന്ന്. ആ ചെറുത് വന്നിട്ട് എൻ്റെ അത് മേടിച്ച് ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ അത് കാണാൻ വെച്ചിട്ട് ഒരെണ്ണം കിട്ടിയാലേ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് മേടിച്ച് വെച്ചു. ഇടയ്ക്ക് ആരുക്കൂട്ടനുണ്ടല്ലോ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉരച്ച് നോക്കിയിട്ട് പറയാം മൂർച്ചയുണ്ടോ നോക്കട്ടെ എന്ന്. എൻ്റെ പൊന്നോ, അങ്ങനെ നമ്മുടെ സ്കിന്ന് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നിടമാണ്. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും ഒരാൾ വന്ന് വിളിച്ച് വെച്ച് പറഞ്ഞത് ഇവിടെ ഫ്രീ ആയിട്ട് സ്കിൻ ചെക്ക് ചെയ്യുന്നുണ്ട് വരുന്നോന്ന് പറഞ്ഞത് കേട്ടതേ ഓടി വന്നു നിന്ന്. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് പിന്നെ വന്നേ. നമ്മൾ ഭയങ്കര സുന്ദരമായിട്ട് കൊണ്ടു കിടക്കുന്ന മുഖം, എൻ്റെ അമ്മോ അത് ചെക്ക് ചെയ്യുമ്പോൾ ആ സ്ക്രീനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഈശ്വര ഇത് മുഖം തന്നെയാണോ, മുഖത്തെ സ്കിന്ന് തന്നെയാണോ കാണിക്കുന്നതെന്നൊക്കെ. അങ്ങനെ അവിടുന്ന് കുറേ ഇത് കുറിച്ച് തന്നു. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ ഇങ്ങനെ കുറിച്ച് അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നാണെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് നോക്കി കുറിച്ച് തന്ന സാധനങ്ങളൊക്കെ. ഇന്ന് ലുലുവിൽ പോകുമ്പം ഈ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഇതെന്താണെങ്കിലും ഞാൻ എടുക്കുമെന്ന്. ജനുവരി തൊട്ട് മെയ് വരെ ഞാൻ ഇതിട്ടാണ് ഉപയോഗിച്ച്. ഇവരെത്ര സോപ്പ് അതിനോടകം മേടിച്ചെന്ന് എനിക്ക് ഇത്രയും ദിവസം. അങ്ങനെ പറയുമ്പോൾ ഉറക്കം കുളിക്കുന്നവർക്ക് വേഗം തീരും, അല്ലാത്തവർക്ക് അവിടെ ഇരിക്കും എന്ന് കരുതുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. എത്ര സോപ്പിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ കണക്ക് കൂട്ടി വെച്ച് നോക്കുമ്പോഴത്തേന് ഇത് നല്ല ലാഭമായിരുന്നു. അതുകൊണ്ട് എന്ത് വന്നെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം വരുമ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടേ പോകുമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച അതല്ല, ഫിയാമയുടെയാവും ഈ പ്രാവശ്യം ഞാൻ വാങ്ങിയത്.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനെ കഴിഞ്ഞും നല്ല ഓഫർ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോഴേ. നമ്മുടെ പൊന്നായിക്കുള്ള പൊടിയേറ്റം നോക്കുവാണേ. 6 മാസം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം ഈ 13 ആകുമ്പോഴത്തേന് 7-ാം മാസത്തിൽ കയറും കള്ളി. അപ്പോൾ അവക്കുള്ള ചില സാധനങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. പിന്നെ കൃത്യം മാസമല്ല അതേ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് അത് വെച്ച് നോക്കി വെച്ചാൽ മതി ഏത് ഐറ്റം എടുക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ സാധനങ്ങളാണ്. വഴക്കയൊക്കെ നല്ല ഉണങ്ങി പൊടിക്കാതെ തന്നെ ടിന്നിലിട്ടതുകൊണ്ട് താഴെ വഴിക്കാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഏത് ഐറ്റം വേണേലും ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന വടി പോലത്തെ സാധനം ലാർജ് ഫ്രഞ്ച് ബ്രെഡ് എന്നാണെന്ന് തോന്നുന്നു. അതെ അത് തന്നെ. ഇത് ജിഷി പറഞ്ഞിട്ട് മേടിച്ചാണ്. അവൾ നേരത്തെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കഴിക്കുന്നത് തന്നെ പൊന്നു. അതിന് മുക്കി കഴിക്കാനായിട്ട് മയോണൈസ് അങ്ങനെ അതല്ല, ഞങ്ങൾ വേറെ എന്തായിരുന്നു വാങ്ങിയത്, അതും പേര് മറന്നുപോയി. തന്തൂരിയുടെ എന്തോ മയോണൈസ് അങ്ങനെ എന്തോ നമ്മൾ വാങ്ങി. എനിക്കറിയത്തില്ല, ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. നോക്കിയേ, ഉപ്പിലിട്ട മാങ്ങ ഇതൊക്കെ നമുക്കറിയാവുന്ന സാധനങ്ങൾ. പൈനാപ്പിള് ഉപ്പും മുളകൂടെ ഇതാക്കിയത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അത് പക്ഷെ വേറെ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഇത് തന്നെ ഉണ്ട് കുറേ. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് ചെയ്യാമെന്ന് ഓർത്ത് അവിടെ ചെല്ലുമ്പോൾ ഇരുന്ന് പിള്ളേർക്ക് വിശക്കുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തത്. നേരത്തെ ലുലു മാളിൽ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഇവിടുന്ന് ഫൈറ്ററിനെ 2 എണ്ണത്തിനെ 2 പേർക്കും മേടിച്ചു കൊടുത്ത്. അത് മെയിലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഫീമെയിലിനെയും കൂടെ 2 പേർക്കും മേടിച്ചു കൊടുത്തു. എൻ്റെ ഗൈസ് അവരത് ശ്രദ്ധിച്ചിട്ടുമില്ല. 4 പേരും ചത്തുപോയി. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇനി ആ സൈഡിലോട്ട് നോക്കുകയേ വേണ്ടാന്ന്. ഇത് നോക്കിക്കേ ഗൈസ്, ഇതിനകത്തെ ചായപ്പിടിക അടിപൊളി പഴയ കാലത്തേക്കൊരു വോക്ക്. അങ്ങനെ മടുത്തു, ശരിക്കും നടന്ന് കണ്ടു തീർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഈ ജിഷിയൊക്കെ ഞാൻ ഫോൺ വിളിച്ച് കണ്ടുപിടിക്കുമായിരുന്നു. എവിടാന്ന് പോലും അറിയത്തില്ല. അതുപോലെ ഓടി നടന്ന് ഓരോന്നും കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇവിടെ ചെന്നാലും നമ്മൾ സെൽഫി മറക്കത്തില്ലല്ലോ. പക്ഷെ ഇന്ന് അതൊക്കെ മറന്നുപോയി. ഇതെല്ലാം കണ്ട് ഓടി നടന്നേ. അങ്ങനെ 2 സെൽഫിയും കൂടെ ഒക്കെ എടുത്തേച്ച് ഇറങ്ങാൻ. നല്ല വെയിൽ വെളിയിലോട്ട് നോക്കിയിട്ടേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നത് ബസ്സിനായി. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാം കൂടി ഇടിച്ചു കുത്തിയതാ ഇവളുടെ കാരണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗം കാണിക്കാവേ. ബൈ.